നമുക്കിന്ന് ഈ മെഷീനിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇതറിഞ്ഞാലാണ് ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള കാര്യങ്ങളും ഈ മെഷീനിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇത് പൾവറൈസർ മെഷീനാണ്. ധാന്യങ്ങൾ, ധാതുക്കൾ ഇവയെല്ലാം ചെറിയ കണികകളിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. ഇതിൻ്റെ ഷാഫ്റ്റിൽ നമുക്ക് 2-3 ടൈപ്പ് ഈ റോളർ കാണാം. ഓരോ മെഷീനും ഓരോ ടൈപ്പായിരിക്കും. അതുപോലെ ഇതിൻ്റെ മുകളിൽ പല്ലുകളായിട്ടുള്ള ഒരു ഗിയർ ടീത്തും കാണാം. ഈ രണ്ടിൻ്റെയും ഇടയിൽ കടന്ന് ധാന്യങ്ങൾ സെൻട്രിഫ്യൂജൽ ഫോഴ്സ് വഴി ക്രമേണ വലുപ്പം കുറഞ്ഞ് അടിയിലെ സീവ് വഴി താഴേക്ക് വീഴാണ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള സീവ് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓരോ പർപ്പസിന് അനുസരിച്ചിട്ടുള്ള പൊടികൾ നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ കിട്ടും. പക്ഷേ നമ്മൾ കാണാത്ത 2-3 കാര്യങ്ങൾ കൂടി ഈ മെഷീനിൽ നടക്കുന്നുണ്ട്. ധാന്യങ്ങൾ മാത്രമല്ല, കൂടെ വായു കൂടി ഉള്ളിലേക്ക് വരുന്നുണ്ട്. മുകളിൽ നിന്നും അതുപോലെ ഷാഫ്റ്റിൽ നിന്ന് സെൻറ്ററിൽ നിന്നും വായു വരുന്നുണ്ട്. ആ വായു ഒഴിവാക്കാൻ മോഡേൺ മെഷീനിലുള്ള സംവിധാനമാണ് ഇപ്പോൾ കാണുന്നത്. നമ്മുടെ മെഷീനിലും ഇതേ സംവിധാനം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ധാന്യങ്ങളോടൊപ്പം വരുന്ന വായു കൂടി താഴേക്ക് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വായുവിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഓരോ ധാന്യപ്പൊടികളും താഴേക്ക് വരുന്നത്. സീവ് അരിപ്പയിലൂടെ കടന്നു പോകാൻ സഹായിക്കുന്നത് തന്നെ വായുവാണ്. ഈ വായു കൂടി അടിയിലേക്ക് വരുന്നുണ്ട്. മിനിമം 2 ബിയറിംഗ് സപ്പോർട്ടെങ്കിലും ഈ മെഷീനിൽ നൽകാറുണ്ട്. അതുപോലെ വി ബെൽറ്റാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. മെഷീനിൻ്റെ ഓപ്പണിങ് ഒരു സൈഡ് ഹിഞ്ചും ഒരു സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ള സ്റ്റൈല്, സൈസ് അരിപ്പകൾ നമുക്ക് ഉപയോഗിക്കാം. ഹൈജീന് വേണ്ടി ധാന്യങ്ങൾ മെഷീൻ്റെ ചാമ്പറിലേക്ക് എത്തിക്കാൻ നമുക്ക് കൺവെയേഴ്സ് ഉപയോഗിക്കാം. ഒന്നുകിൽ എയറിൻ്റെ സഹായത്തോടെയോ വാക്വത്തിൻ്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ സ്ക്രൂ കൺവെയേഴ്സിൻ്റെ സഹായത്തോടെയോ നമുക്ക് ധാന്യങ്ങളെ ഈ ചാമ്പറിലേക്ക് എത്തിക്കാം. ആദ്യം പറഞ്ഞ പോലെ ധാന്യത്തോടൊപ്പം വായു കൂടി ഈ മെഷീനുള്ളിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. ഈ മെഷീൻ ഓപ്പറേറ്റ് ആകുമ്പോൾ ഹൈ സ്പീഡാകുമ്പോൾ ഉള്ളിൽ ഭയങ്കര വാക്വം ഉണ്ടാവും. അപ്പോൾ പുറത്തുനിന്നുള്ള വായു ഈ മെഷീൻ വലിച്ചെടുക്കും. എന്നിട്ട് അരിപ്പയിലൂടെ ധാന്യം പ്ലസ് വായു എന്ന് പറയുന്ന ഈ 2 ആളുകളാണ് കടന്നു പോകുന്നത്. ഇതിന് ബെസ്റ്റ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വായു വലിച്ചെടുക്കുന്ന ബദാമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഈ മെഷീനിൽ പൊടിപ്പിക്കുമ്പോൾ അത് എയറിനെ വലിച്ചെടുത്തിട്ട് ഈ അരിപ്പ പെട്ടെന്ന് ക്ലോഗായി പോകും. അതുപോലെ മറ്റു ചില സ്പൈസസൊക്കെ പൊടിക്കുമ്പോഴും ഇതേ അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള സിസ്റ്റമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ഒരു വാക്വം അറ്റാച്ച്ഡ് സിസ്റ്റമാണ്. ഈ വാക്വം സിസ്റ്റം വരുന്ന ധാന്യത്തെയും വായുവിനെയും പെട്ടെന്ന് താഴേക്ക് വലിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ മെഷീൻ്റെ പ്രൊഡക്ടിവിറ്റി വളരെ കൂടും. ഇതാണ് ഫസ്റ്റ് കാര്യം. എന്നിട്ട് ഈ വായുവിനെ നേരെ വാക്വം ഉപയോഗിച്ച് പുറത്തേക്ക് കളയും. നമ്മുടെ ധാന്യത്തെ അടിയിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. നമ്മുടെ മെഷീനിൽ ഇതേ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോത്ത് ബലൂൺ കൊടുത്തിട്ടുള്ളത്. ഈ വായു മുകളിലോട്ട് പോയിട്ട് ഈ ക്ലോത്ത് ബലൂണിൽ നിന്നാണ് നേരെ അന്തരീക്ഷത്തേക്ക് പോവുക. നമ്മുടെ മെഷീനിലെ പ്രൊഡക്ടിവിറ്റി കുറയാൻ കാരണം, പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ മെഷീനിൽ 1 മണിക്കൂറിൽ മിനിമം ഇപ്പോൾ ഒരു 100 കിലോഗ്രാം നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ ആയിരുന്നു എന്ന് കരുതുക. ഇപ്പോൾ നിങ്ങളുടെ മെഷീന് ഒരു പകുതിയോളം അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നു എന്ന് കരുതുക. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലോത്ത് ബലൂൺ അടഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളെ പുതിയ മെഷീൻ പോലെ ആകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ ക്ലോത്ത് ബലൂൺ ഒന്ന് മാറ്റി വെച്ച് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ മെഷീന് ഒരു 80% എഫിഷ്യൻസി കൂടുന്നതായിരിക്കും. ഈ ക്ലോത്ത് ബലൂൺ എല്ലാ മെഷീനിലും അടയൂല. പൊടിക്കലിന് ശേഷം നല്ലോണം കനം കുറയുന്ന, അതായത് ഡെൻസിറ്റി കുറവുള്ള ധാന്യങ്ങൾ അല്ലെങ്കിൽ സ്പൈസസ്, മല്ലി, അതുപോലത്തെ കനം കുറഞ്ഞ ഐറ്റംസ് ഈ വായുവിനോടൊപ്പം കുറേശ്ശെ അറ്റ്ലീസ്റ്റ് ചെറിയൊരളവിൽ നമ്മുടെ ക്ലോത്ത് ബലൂണിൽ പോയിരിക്കുകയും അങ്ങനെയാണ് ക്ലോത്ത് ബലൂൺ അടയുക. അതുപോലെ ഗോതമ്പ് പൊടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി, അതിൻ്റെ ഭാരം വളരെ കുറയും. ഒരു ചെറിയ അളവിൽ നമ്മൾ ഈ ക്ലോത്ത് ബലൂണിൽ പോയിട്ട് അത് അടയാൻ കാരണമാകും. അതുകൊണ്ട് ഇതുപോലത്തെ കനം കുറഞ്ഞ, പൊടിക്കലിന് ശേഷം കനം കുറയുന്ന അല്ലെങ്കിൽ ഡെൻസിറ്റി കുറയുന്ന ധാന്യങ്ങളുടെ മെഷീനിൽ മാത്രമാണ് ഈ ഒരു പ്രശ്നം കാണുക. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.